Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2 സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ള ഫോർത്ത് ലെക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോണിംഗ് ഓഫ് വീൽസ്. ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കൺസെപ്റ്റ് ഓഫ് ഗേജ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിംഗ് ഓഫ് വീൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് കോണിംഗ് ഓഫ് വീൽസ് എന്ന് നോക്കാം. In coning of wheels, the thread or rim of the wheels of railway vehicle is made in a shape of a cone with a slope of 1:20. അപ്പോൾ എന്താണ് കോണിംഗ് ഓഫ് വീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ വീല്, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ വീല്, ഇതാണ് നമ്മുടെ റെയിലിൻ്റെ മുകളിൽ കൂടി ഉരുണ്ടു പോകുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ സ്ലോപ്പിങ്ങിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ചെറിയ സ്ലോപ്പിങ്ങിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ സ്ലീപ്പറിൻ്റെ മുകളിൽ റെയിലുണ്ട്, റെയിലിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ വീല് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ വീലിൻ്റെ സർഫസ് ഫ്ലാറ്റ് അല്ല, പകരം ഇതുപോലെ ചെറിയ സ്ലോപ്പിംഗ് ആണ്. ഇങ്ങേറ്റത്ത് ഡയമീറ്റർ കുറവും ഇങ്ങേറ്റത്ത് ഡയമീറ്റർ കൂടുതൽ, അതേപോലെ ഇപ്പുറത്ത് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കോൺ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോണിംഗ് ഓഫ് വീൽ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വീലിൻ്റെ ഈ രണ്ടറ്റത്തുമുള്ള എക്സ്ട്രാ പ്രൊജക്ഷൻ നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയും. ഇതിൻ്റെ ആക്സിലാണിത്, ഇതാണ് നമ്മുടെ റെയില്, ഇത് നമ്മുടെ സ്ലീപ്പറാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്ച്വലി ദ ഫ്ലാഞ്ചസ് ഓഫ് ദ വീൽസ് ആർ നോട്ട് മെയ്ഡ് ഫ്ലാറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഇൻ ഷേപ്പ് ഓഫ് എ കോൺ വിത്ത് എ സ്ലോപ്പ് ഓഫ് അബൌട്ട് 1:20. ദിസ് ഈസ് നോൺ ആസ് കോണിംഗ് ഓഫ് വീൽ. അപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വീൽസ് ശരിക്കും ഫ്ലാറ്റ് സർഫസ് അല്ല, പകരം അതൊരു കോൺ സ്ലോപ്പിംഗ് ആയിട്ടുള്ള കോൺ ഷേപ്പിലാണ്. അതിൻ്റെ സ്ലോപ്പ് വന്നിട്ട് 1:20 ആണ്. അതിനെയാണ് നമ്മൾ കോണിംഗ് ഓഫ് വീൽസ് എന്ന് പറയുന്നത്. ആസ് ദ വീൽസ് ആർ സെറ്റ് ഓൺ ദ ആക്സിൽ ദർ ഈസ് സം ചാൻസ് ഫോർ ദാറ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ദ ഫ്ലാഞ്ചസ് ഓഫ് ദ വീൽ ആൻഡ് ദ റെയിൽ. The coning is provided to prevent from the rubbing the inside face of the rail head and to prevent lateral movement of the axle within its point. അപ്പോൾ നമ്മൾ എന്തിനാണ് കോണിങ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റെയിലിൻ്റെ ഈ ഒരു സൈഡ്, ഫ്ലാഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സൈഡ് എപ്പോഴും വെയർ ആൻഡ് ടയർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനും പിന്നെ ലാറ്ററൽ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഈ ഒരു കോണിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസൈഡ് എഡ്ജ് ഓഫ് ദ വീൽ flanges is generally kept less than gauge, so there is a gap between the inside edge of the flange and the running face of the rail nearly equal to 10 mm on the either side. ഇവിടെ പറയുന്നത് ഇതാണ് ഫ്ലാഞ്ച്. ഈ രണ്ട് ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗേജിൻ്റെ ഡിസ്റ്റൻസ്, ഗേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെയിലിൻ്റെ ഇന്നർ ടു അടുത്ത റെയിലിൻ്റെ ഇന്നർ വരെയുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ഫ്ലാഞ്ച് തമ്മിലുള്ള ഈ ഒരു വീലിൻ്റെ ഫ്ലാഞ്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മുടെ ഗേജ് ലെങ്ത്തിനേക്കാളും കുറച്ച് ഡിസ്റ്റൻസ് കുറച്ചിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഈ ഫ്ലാഞ്ചിൻ്റെ ഔട്ടർ വിട്ടും റെയിലിൻ്റെ ഔട്ടർ വിട്ടും തമ്മിൽ ഒരു 10 mm ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയർ ആൻഡ് ടേഴ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ വീലിൻ്റെ ബിഹേവിയർ എങ്ങനെ നോക്കാം. റെയിലിന് 2 ടൈപ്പ് മൂവ്മെൻ്റ് ആണുള്ളത്. ഹൊറിസോണ്ടലി ട്രെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാം, ട്രാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലേ ചെയ്യാം, അല്ലെങ്കിൽ ട്രാക്ക് ഒരു കേർവ്ഡ് പാത്തിൽ ലേ ചെയ്യാം. ഇപ്പോൾ ട്രാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ട്രാക്ക് ആണെങ്കിൽ വീല് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും 2 ട്രാക്കിലും എടുക്കേണ്ടത്, അല്ലെങ്കിൽ 2 റെയിലിലും എടുക്കേണ്ടത്, അല്ലേ? ഇതിലൂടെ പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ അത് ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. കേർവ്ഡ് ഷേപ്പിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഈ ഒരു പോയിന്റിൽ എൻഡ് ചെയ്യുന്ന ഒരു കേർവ് ആണെങ്കിൽ, ഇങ്ങനൊരു കർവ് ആണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു വലിയ കർവിലൂടെ പോകുന്ന ട്രെയിനിൻ്റെ വീൽസ് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ടാവും ഇപ്പുറത്തെ കൂടി പോകുന്നതിനേക്കാൾ. അപ്പോൾ കോണിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അത് തെന്നി ഈ ഒരു ഡിസ്റ്റൻസ് കവറിങ് ഇതിനകത്ത് ഈക്വലി പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ട്രാക്കാണ്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ ഈ ഒരു ട്രെയിൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ബിഹേവിയർ നോക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ട്രാക്കാണ്, ഇതാണ് നമ്മുടെ സ്ലീപ്പറിൻ്റെ മുകളിൽ നമ്മുടെ റെയിലുണ്ട്.
അതിൻ്റെ മുകളിൽ നമ്മുടെ വീല്. ഇപ്പോൾ വീല് നോക്കിക്കേ, ഇത് കറക്റ്റ് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കോണിങ് ഈ റെയിലിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ആയിരിക്കും ഈ വീൽസും പോകുന്നത്. റെയിലിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ആയിരിക്കും വീൽസും പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ട്രാക്കിൽ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. ഇനി കേർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ, കേർവ്ഡ് എന്ന് പറയുമ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് കർവാണ്. റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ കർവ് സപ്പോസ് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഈ ഒരു പോയിൻ്റ് വരെയാണെങ്കിൽ ഇങ്ങനെ ഒരു കർവായിരിക്കും നമ്മൾ ട്രാക്കിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്രാക്കിന് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട്. ഇപ്പുറത്തെ ട്രാക്കിന് കുറച്ച് ഡിസ്റ്റൻസേ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിലൂടെ പോകുന്ന വീലിനും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയ ഡിസ്റ്റൻസേ കവർ ചെയ്യാനുള്ളൂ. ഈ ഒരു റൈറ്റ് റെയിലിൽ കൂടെ പോകുന്ന വീലിന് കുറച്ച് ഡിസ്റ്റൻസേ കവർ ചെയ്യാനുള്ളൂ. ലെഫ്റ്റ് റെയിലിൽ കൂടെ പോകുന്ന റെയിലിന് കുറച്ചധികം ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെയിലൊന്ന് പതുക്കെ സ്വന്തമായിട്ട് തന്നെ ടിൽറ്റ് ചെയ്യും. റെയിലല്ല, ട്രെയിൻ ഒന്ന് ടിൽറ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇരുന്ന് വെച്ച റെയിൽ ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ആയി. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇരുന്നത് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് സർഫസ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു കർവ് എടുക്കുമ്പോൾ, റൈറ്റിലേക്കുള്ള കർവ് എടുക്കുമ്പോൾ ഈ ഒരു ലെഫ്റ്റിൽ ഇരിക്കുന്ന റെയിൽ വന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് ഈ കോണിങ്ങിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ് പ്രത്യേകത? ഡയമീറ്റർ കൂടിയ വീൽ സർഫസാണ് വരുന്നത്. അപ്പോൾ അതിന് കുറച്ചധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ സൈഡിൽ അത് ഇങ്ങേ അറ്റത്തേക്കാണ് വരുന്നത്. ഏറ്റവും ഡയമീറ്റർ കുറഞ്ഞ കോണിങ്ങിൻ്റെ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ വീലിന് കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ കേർവ്സ് വരുമ്പോൾ വീൽസ് തന്നെ സെൽഫായിട്ടൊന്ന് റീ അറേഞ്ച് ചെയ്യും. ഇനി അത് സ്ട്രൈറ്റ് ട്രാക്കിലേക്ക് പോകുമ്പോൾ ഇത് വീണ്ടും സെൻട്രലി ലൊക്കേറ്റഡ് ആവും. കറക്റ്റ് സെൻട്രലി തന്നെ വരും. അപ്പോൾ ആ രീതിയിൽ വീൽസിൻ്റെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അപ്പോൾ സെൻട്രലി കൂടി പോകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ട്രാക്കിൽ കൂടി പോകുമ്പോൾ റെയിലും കോണിങ്ങിൻ്റെയും സെൻറ്ററിലായിരിക്കും അത് മീറ്റ് ചെയ്യുന്നത്. കേർവ് വളയുമ്പോൾ ഏത് ടയറാണോ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത് ആ ടയറിൻ്റെ എൻഡിലേക്കായിരിക്കും ആ ട്രാക്കിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നേരെ ഫ്രീ എൻഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ സെൽഫായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓൺ ദ കേർവ്ഡ് പാത്ത് ദി ഔട്ടർ വീൽ ഓഫ് ദ ട്രെയിൻ ഹാവ് ടു ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ദ ഇന്നർ വീൽ. ഒരു കേർവ് തിരിയുമ്പോൾ, റൈറ്റിലേക്കുള്ളൊരു കേർവ് തിരിയുമ്പോൾ ഔട്ടർ വീൽ, ഇതാണ് ഔട്ടർ വീൽ, ഇതാണ് ഇന്നർ വീൽ. കേർവിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഔട്ടർ വീലിന് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ടാവും ഇന്നർ വീലിനെക്കാളും. വെൻ ദ ട്രെയിൻ മൂവ്സ് ഓൺ എ ഹൊറിസോണ്ടൽ കർവിൽ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെഹിക്കിൾ ഈസ് ഷിഫ്റ്റഡ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ കർവ് ആൻഡ് ഡ്യൂ ടു കോണിങ് ഓഫ് വീൽ ഔട്ടർ വീൽ കവർ ദ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ദ ഇന്നർ വീൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്കായിരിക്കും അല്ലേ, വലത്തേക്കാണ് നമ്മൾ കേർവ് തിരിയുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ഈ ട്രെയിൻ പതുക്കെ ഷിഫ്റ്റ് ചെയ്യും. ഈ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അത് കോണിങ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓൺ എ സ്ട്രെയിറ്റ് ആൻഡ് ലെവൽ ട്രാക്ക് ദ കോണിങ് ഓഫ് വീൽ ഹെൽപ്പ് ടു കീപ് ദ വെഹിക്കിൾ ഇൻ സെൻട്രൽ പൊസിഷൻ. അപ്പോൾ സ്ട്രെയിറ്റും ലെവലും ആയിട്ടുള്ള ഒരു ട്രാക്കിൽ കോണിങ് ഓഫ് വീലിന് എന്തിനാണ്? ആ വെഹിക്കിളിനെ കറക്റ്റ് സെൻട്രൽ പൊസിഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇഫ് ദ കോണിങ് ഓഫ് ദ വീൽ ഈസ് നോട്ട് പ്രൊവൈഡഡ്, ഈ കോണിങ് ഓഫ് വീൽ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ദ സൈഡ് മൂവ്മെൻറ്റ് വുഡ് ഹാവ് കണ്ടിന്യൂഡ് ആൻഡ് ദ ഫ്ലാഞ്ച് ഓഫ് ദ വീൽ വുഡ് ഹാവ് കം ഇൻ കോൺടാക്ട് വിത്ത് ദ സൈഡ് ഓഫ് ദ റെയിൽ കോസിങ് ജേർക്ക് ആൻഡ് അൺകംഫർട്ടബിൾ റൈഡ്. അപ്പോൾ ഈ കോണിങ് ഫെസിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സൈഡ് വന്നിട്ട് റെയിലിൽ ടച്ച് ചെയ്ത് വളയുന്ന സമയത്ത് ജർക്കിങ്ങും ഷെയ്ക്കിങ്ങും ഒക്കെ നമുക്ക് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഫീൽ ചെയ്യേണ്ടി വരും, വിച്ച് കോസസ് എ അൺകംഫർട്ടബിൾ റൈഡ്. ഇനി കോണിങ് കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് കോണിങ് ഓഫ് വീൽ. ഒന്ന്, സ്മൂത്ത് റൈഡിങ്. കോണിങ് ഓഫ് വീൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പതുക്കെയുള്ള ടിൽറ്റിംഗ് കൊണ്ട് നമുക്ക് സ്മൂത്ത് റൈഡിങ് പ്രൊവൈഡ് ചെയ്യും. ഹെൽപ്പ് വെഹിക്കിൾ ടു നെഗോഷിയേറ്റ് കേർവ് സ്മൂത്ത്ലി. ആ ഒരു ട്രെയിൻ വെഹിക്കിളിനെ സ്മൂത്തായിട്ട് കേർവ്സ് തിരിയാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യും. റെഡ്യൂസ് വെയർ ആൻഡ് ടയർ ഓൺ വീൽ ഫ്ലാഞ്ചസിലുള്ള വെയറും ടയറും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി കോണിങ് ഓഫ് വീൽസ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പ്രഷർ ഓൺ ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് നിയർ ദ ഇന്നർ എഡ്ജ് ഓഫ് ദ ഔട്ടർ റെയിൽ ഹാസ് എ ടെൻഡൻസി ടു വെയർ ദ റെയിൽ ക്വിക്ലി. അപ്പോൾ ഈ കേർവ് തിരിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോഴ്സ് ആക്ടിങ് ഉണ്ട് അല്ലേ. ട്രെയിൻ മുമ്പോട്ട് പോകുമ്പോൾ ആ വീലിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്
എവിടെ വരും? ഇന്നർ എഡ്ജ് ഓഫ് ഔട്ടർ റെയിലിൻ്റെ ഇന്നർ എഡ്ജിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്, വിച്ച് ക്യാൻ കോസ് വെയർ ഓഫ് ദ റെയിൽ ക്വിക്ലി. ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഹാസ് ടു ടേൺ ദ റെയിൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഹെൻസ് ദ ഗേജ് മേ ബി വൈഡൻഡ്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് എക്സ്ട്രാ ആക്ട് ചെയ്യുന്നുണ്ട്, വളവ് തിരിയുമ്പോൾ എക്സ്ട്രാ ആക്ട് ചെയ്യുന്നുണ്ട്, അത് ഗേജിനെ വൈഡൻ ചെയ്യിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ട്രാക്ക് പോകുന്നത്, ഈ എക്സ്ട്രാ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നതുകൊണ്ട്, ഈ ഇന്നർ എഡ്ജിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നത്, എക്സ്ട്രാ ഫോഴ്സ് വരുന്നതുകൊണ്ട് ഇതിനെ ഗേജിനെ ആ റെയിൽ വൈഡൻ ചെയ്യിക്കാനുള്ള ടെൻഡൻസി അതിനകത്ത് കാണിക്കും. ഇഫ് നോ ബേസ് പ്ലേറ്റ്സ് ആർ പ്രൊവൈഡഡ്, സ്ലീപ്പർ അണ്ടർ ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റെയിൽ മേ ബി ഡാമേജ്. ഇപ്പോൾ നമ്മൾ ഈ കേവ് തിരിയുന്ന സമയത്ത് എന്താണ് കോണിംഗ് ഓഫ് ഫീൽഡ് റോളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ബേസ് പ്ലേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ റെയിലും സ്ലീപ്പറിൻ്റെ ഇടയിൽ കൊടുക്കുന്ന പ്ലേറ്റാണ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റ് കൊടുത്തിട്ടില്ലെന്നാണെങ്കിൽ ഔട്ടർ എഡ്ജ് ഓഫ് ദ റെയിലിൻ്റെ ഔട്ടർ എഡ്ജിൽ വരുന്ന ആ പോർഷനിൽ സ്ലീപ്പർ ഡാമേജ്ഡ് ആവും. ഇൻ ഓർഡർ ടു മിനിമൈസ് ദ എബോവ് മെൻഷൻ ഡിസഡ്വാൻറ്റേജ്, ടിൽറ്റിംഗ് ഓഫ് റെയിൽ ഈസ് ഡൺ. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജ്, കോണിംഗ് ഓഫ് വീൽ കൊടുക്കുന്നതുകൊണ്ടുള്ള ഈ പറഞ്ഞേക്കുന്ന ഡിസഡ്വാൻറ്റേജ് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടിൽറ്റിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ടിൽറ്റിംഗ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും വീലിന് ഒരു കോണിങ് കൊടുത്തു, ഈ ഒരു രീതിയിൽ 1/20 എന്ന് പറയുന്ന സ്ലോപ്പിൽ നമ്മൾ വീലിനെ കോൺ ചെയ്തു അല്ലേ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ റെയിലിനെ ടിൽറ്റ് ചെയ്യും. ഈ റെയിലിന് ഇതേ ചരിവ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന 1/20 എന്ന് പറയുന്ന ഈ ചരിവിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് റെയിൽ സെക്ഷൻ, ഈ ഒരു റെയിൽ സെക്ഷന് അതേ സ്ലോപ്പ് 1/20 എന്ന് പറയുന്ന അതേ ചരിവ് അവിടെയും കൊടുക്കും, ഇപ്പുറത്തെ സൈഡിലും കൊടുക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ടിൽറ്റിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. In order to minimize the disadvantage caused by the coning of wheel, the rails are tilted inwards at an angle of 1/20. അപ്പോൾ റെയിൽസിനെ ഇൻവേർഡ്സ് ആയിട്ട് അകത്തേക്ക് 1/20 സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യും. ദിസ് റെഡ്യൂസ് ദ വെയർ ഓൺ ദ റെയിൽ ആസ് വെൽ ആസ് ദ ത്രെഡ് ഓൺ വീൽ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഈ റെയിലിൽ വരുന്ന വെയർ ആൻഡ് ടേഴ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ടിൽറ്റിംഗ് ഓഫ് റെയിൽ ഏതൊക്കെ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും? ടിൽറ്റിംഗ് ഓഫ് റെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ രണ്ട് മെത്തേഡ്, ഒന്ന് അക്സിങ് ഓഫ് സ്ലീപ്പറിൻ്റെ പോർഷനിൽ നമ്മൾ 1/20 എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ യൂസ് ഓഫ് കാൻഡഡ് ബേസ് പ്ലേറ്റ്. കാൻഡഡ് എന്ന് വെച്ചാൽ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ബേസ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്കൊരു അക്സിങ് ഓഫ് സ്ലീപ്പർ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇത് നമ്മളൊരു വുഡൻ സ്ലീപ്പറാണ്. ആക്ച്വലി ഇത് ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലേ, റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ അതിനകത്ത് സ്ലീപ്പർ വരുന്ന പോർഷനിൽ മാത്രം ഇതേപോലത്തെ ഒരു ഡിപ്രഷൻ 1/20 എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മൾ ആ ഒരു റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അക്സിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു കോൺക്രീറ്റ് സ്ലീപ്പറാണ്. കോൺക്രീറ്റ് സ്ലീപ്പറിൻ്റെ അവിടെ ഈ ഒരു രീതിയിൽ ഡിപ്രഷൻ ഉണ്ടാവും. ഈ ഡിപ്രഷനിലാണ് നമ്മൾ ഈ ഒരു റെയിൽസ് ഫിക്സ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് ബേസ് പ്ലേറ്റ് യൂസ് ചെയ്യാം. ഇൻക്ലൈൻഡ് ബേസ് പ്ലേറ്റ് എവിടെയാണ് ബേസ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്? ഏറ്റവും താഴെ നമുക്ക് സ്ലീപ്പർ ഉണ്ടാവും. അപ്പോൾ സ്ലീപ്പറിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ബേസ് പ്ലേറ്റ് കൊടുക്കും. അപ്പോൾ ആ ബേസ് പ്ലേറ്റ് ഈ ഒരു ഷേപ്പിൽ അകത്തേക്ക് ഒരു 1/20 സ്ലോപ്പിലുള്ള ബേസ് പ്ലേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുമ്പോൾ റെയിലും 1/20 ചരിഞ്ഞിരിക്കും. അപ്പോൾ അതാണ് കാൻഡിങ് ബേസ് പ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത്, ചരിവുള്ള ബേസ് പ്ലേറ്റ്. അതിൻ്റെ തന്നെ വേറൊരു ഫിക്സ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. താഴെ സ്ലീപ്പറുണ്ട്, സ്ലീപ്പറിൻ്റെ മുകളിൽ ഇവിടെയാണ് നമ്മുടെ ചരിവുള്ള ബേസ് പ്ലേറ്റ് കൊടുത്തേക്കുന്നത്. അതിനെ നമ്മൾ സ്പൈക്കൊക്കെ വെച്ച് ഫിക്സ് ചെയ്തു. അതിൻ്റെ മുകളിലാണ് നമ്മൾ റെയിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചരിവുള്ള ബേസ് പ്ലേറ്റ് യൂസ് ചെയ്താൽ അതിന് ഫിക്സ് ചെയ്യുന്ന റെയിലിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു 1/20 സ്ലോപ്പിംഗ് വരും. അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പറിൻ്റെ മുകളിൽ ഇതേപോലത്തെ ചരിവ്, അതിനാണ് നമ്മൾ അക്സിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറയുന്നത്. 1/20 സ്ലീപ്പർ വെക്കാൻ പാകത്തിന് നമ്മളൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ ഒരു ടിൽറ്റിംഗ് ഓഫ് റെയിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് മെയിൻറ്റെയിൻ ദ ഗേജ് പ്രോപ്പർലി. ആ വളവ് വരുന്ന സ്ഥലത്തും ഈ ഒരു ഗേജ് ലെങ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. വൈഡൻ ഒന്നും ചെയ്യാതെ ഗേജ് ലെങ്തിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ദ വെയർ അറ്റ് ദ ഹെഡ് ഓഫ് ദ റെയിൽ ഈസ് യൂണിഫോം. റെയിലിൻ്റെ ഹെഡ് കുറച്ച് ബൾക്കിംഗ് ആയിട്ടാണല്ലേ, ആ ഒരു പോയിന്റ് വരുന്ന റെയിൽ യൂണിഫോം ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വെയർ ആൻഡ് ടയർ ഉണ്ടാവും, പക്ഷേ അത് ആ വെയർ ആൻഡ് ടയർ യൂണിഫോം ആയിട്ട് കീപ്പ് ചെയ്യും. ഇറ്റ് ഇൻക്രീസ് ദ ലൈഫ് ഓഫ് സ്ലീപ്പർ ആൻഡ് റെയിൽ. അപ്പോൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് സ്ലീപ്പറിൻ്റെയും റെയിലിൻ്റെയും ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോണിംഗ് ഓഫ് വീലിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വരച്ചേക്കുക. കോണിംഗ് ഓഫ് വീല് ചോദിച്ചാൽ ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പാരലായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെക്ചറിൽ. താങ്ക് യു.